Hi students, welcome to the lecture. Today we will be dealing with relative income hypothesis. So without much delay, let's move on to the topic. Relative income hypothesis. J.S. Duesenberry makes an attack on absolute income theory on the ground that it does not take into consideration the social character of consumption pattern. J.S. ഡ്യൂസൻബെറിയാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി ഈ J.S. ഡ്യൂസൻബെറി അബ്സല്യൂട്ട് ഇൻകം തിയറീനെ അതിൻ്റെ ഡ്രോബാക്ക് ചൂണ്ടിക്കാട്ടിയത് എന്താണ്? സോഷ്യൽ ക്യാരക്ടർ ഓഫ് കൺസപ്ഷൻ പാറ്റേൺ അബ്സല്യൂട്ട് ഇൻകം തിയറി കൺസിഡർ ചെയ്യുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്സല്യൂട്ട് ഇൻകം തിയറി ഒരു ബാക്ക്വേർഡ് തിയറി ആണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് J.S. ഡ്യൂസൻബെറി റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഹി ആർഗ്യൂസ് ദാറ്റ് the fraction of a family's income devoted to consumption depends on the level of its income relative to the incomes of other families with which it identifies, rather than on the absolute level of its income. അതായത് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിലൂടെ J.S. ഡ്യൂസൻബെറി ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫാമിലിയുടെ കൺസപ്ഷന് വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്തിരിക്കുന്ന ഇൻകം പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഏരിയയിൽ, അല്ലെങ്കിൽ അവർ ഈക്വലി ആണ് മറ്റ് ഫാമിലീസിനെ അവർ ഈക്വലായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഫാമിലീസിൻ്റെ ഇൻകം ബേസ്ഡ് ആയിരിക്കും ഒരു പെർട്ടിക്കുലർ ഫാമിലിയുടെ കൺസപ്ഷന് വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്തിരിക്കുന്ന ഇൻകം. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദ അബ്സല്യൂട്ട് ലെവൽ ഓഫ് ഇറ്റ്സ് ഇൻകം. അതായത് ഒരു ഫാമിലിയുടെ അബ്സല്യൂട്ട് ലെവൽ ഓഫ് ഇൻകത്തിൻ്റെ ബേസിസിലല്ല അവരുടെ ഒരു പാർട്ട് ഓഫ് ഇൻകം കൺസപ്ഷന് വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്യപ്പെടുന്നത്, മറിച്ച് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അതർ ഫാമിലീസ് ഇൻകം. മറ്റ് ഫാമിലീസിൻ്റെ എന്തോരം ഇൻകം ഉണ്ടോ അതിനെ റിലേറ്റഡ് ആയിട്ടാണ് എത്ര എമൗണ്ട് ഓഫ് ഇൻകം ഒരു പെർട്ടിക്കുലർ ഫാമിലി കൺസപ്ഷന് വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ അബ്സല്യൂട്ട് ഇൻകം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫാമിലി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക. അത് കഴിഞ്ഞിട്ടും ഡൗട്ട് ക്ലാരിഫൈഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ആക്കാവുന്നതാണ്. ഓക്കെ, for instance, let us assume that a family's income rises but its relative position on the income scale remains unchanged because the income of other families with whom it identifies have gone up at the same rate. ഇവിടെ നോക്ക്, ഒരു ഫാമിലിയുടെ ഇൻകം ഇൻക്രീസ് ചെയ്തു. സേ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫാമിലി എടുക്കുകയാണ്. ഈ ഫാമിലിയുടെ ഇൻകം ഇൻക്രീസ് ചെയ്തു. ഓക്കെ, പക്ഷേ എന്താ സംഭവിക്കുന്നത്? ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ ഇൻകം സ്കെയിൽ ഡസ് നോട്ട് ചേഞ്ച്ഡ്. ഇറ്റ് ഈസ് ബിക്കോസ് മറ്റ് ഫാമിലീസിൻ്റെ ഇൻകവും അതേപോലെ തന്നെ എത്ര കണ്ട് എ എന്ന് പറഞ്ഞിരിക്കുന്ന ഫാമിലിയുടെ ഇൻകം ഇൻക്രീസ് ചെയ്തോ അത്ര കണ്ട് മറ്റൊരു ഫാമിലീസ് റിലേറ്റീവ് ടു അതർ ഫാമിലീസാണ് ഇവരുടെ കൺസപ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മറ്റ് ഫാമിലീസിൻ്റെ ഇൻകവും ആ ഒരു സെയിം റേറ്റിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല. ദാറ്റ് മീൻസ് ദേ വിൽ നോട്ട് ഫീൽ എനി ഗ്യാപ്പ് അതർ ഫാമിലീസ് വിച്ച് ദേ കമ്പയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, എ എന്ന് പറഞ്ഞിരിക്കുന്ന ഫാമിലി, പിന്നെ ഇത് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബി, സി, ഡി എന്ന് പറഞ്ഞിരിക്കുന്ന 3 ഫാമിലീസ് എടുക്കുകയാണ്. എ എന്ന് പറഞ്ഞിരിക്കുന്ന ഫാമിലിയുടെ ഇൻകം ഇൻക്രീസ് ചെയ്തു. ആ ഒരു സെയിം റിലേറ്റീവ് എമൗണ്ടിൽ ബിയുടെ ഇൻകവും സിയുടെ ഇൻകവും ഡിയുടെ ഇൻകവും ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. സോ വാട്ട് ഹാപ്പൻസ്, ഇവിടെ ഇവർ കൺസപ്ഷൻ പാറ്റേൺ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ബി, സി, ഡിയുടെ ബേസിസിലാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും 4 പേരുടെയും ഇൻകം സ്വാഭാവികമായിട്ടും സെയിം റേറ്റിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൺസപ്ഷനും സേവിങ്സും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകത്തില്ല ആസ് കമ്പയർഡ് ടു അവരുടെ ഏർലിയർ കൺസപ്ഷൻ ആൻഡ് സേവിങ്സ് ബേസിസിൽ. ഓൾമോസ്റ്റ് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഡിവോട്ടഡ് ടു കൺസപ്ഷൻ വിൽ ബി ദ സെയിം. ദ സെയിം ആർഗ്യുമെൻറ്റ് നമുക്ക് മറ്റൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. സപ്പോസ് ഒരു ഫാമിലിയുടെ ഇൻകം അൺചേഞ്ച്ഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്, അതായത് അവരുടെ ഇൻകം കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, കൺസിഡർ ഇറ്റ് ഈസ് ടു ബി കോൺസ്റ്റൻറ്റ്. ഓക്കെ,
ബട്ട് ദ ഇൻകം ഓഫ് റിലേറ്റഡ് ഫാമിലീസ് ഹവ് ബീൻ റിസൺ. സോ നമ്മൾ ബി സി ഡി എന്ന് പറഞ്ഞിരിക്കുന്ന ഫാമിലീസ് എടുത്തു, എ എന്ന് പറഞ്ഞിരിക്കുന്ന ഫാമിലി കമ്പയർ ചെയ്യുന്ന 3 ഫാമിലീസ് ആണിത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഇൻകം സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. ദെൻ ദ റിലേറ്റീവ് ഡിറ്റോറിയേഷൻ ഓഫ് ദാറ്റ് ഫാമിലീസ് ഇൻകം വിൽ ലീഡ് ടു ദ റൈസ് ഇൻ ദ ഫാക്ഷൻ ഓഫ് ഇറ്റ്സ് ഇൻകം ഡിവോട്ടഡ് ടു കൺസപ്ഷൻ ദോ ദെയർ ഇസ് നോ ചേഞ്ച് ഇൻ ദ അബ്സല്യൂട്ട് ഇൻകം. എയുടെ അബ്സല്യൂട്ട് ഇൻകത്തിന് ചേഞ്ച് ഉണ്ടോ? ഇല്ല. ഈവൻ ദോ എയുടെ അബ്സല്യൂട്ട് ഇൻകത്തിന് ഒരു ചേഞ്ചും ഇല്ല, ഇൻകം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ബി സി ഡി എന്ന് പറഞ്ഞിരിക്കുന്ന 3 ഫാമിലീസിൻ്റെ ഇൻകവും ഇൻക്രീസ് ചെയ്തു. അങ്ങനത്തെ ഒരു കേസിൽ വരികയാണെങ്കിൽ എ എന്ത് ചെയ്യും? എ സേവിങ്സ് കൂട്ടാനോ അല്ലെങ്കിൽ കൺസപ്ഷൻ കുറയ്ക്കാനോ വേണ്ടിയിട്ടല്ല ശ്രമിക്കുക, മറിച്ച് കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യുമായിരിക്കും ചെയ്തിരിക്കുന്നത് ഇൻ ഓർഡർ ടു മീറ്റ് അപ്പ് ദ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബി സി ആൻഡ് ഡി. സോ മറ്റൊരു ഫാമിലിയുടെ ഇൻകത്തിനെ ബേസ്ഡ് ആയിരിക്കും വേറൊരു ഫാമിലിയുടെ കൺസപ്ഷൻ ഡിറ്റർമൈൻഡ് ആയിരിക്കുക. അതാണ് ജെയസ് ഡ്യൂസൻബെറി അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിലൂടെ മനസ്സിലാക്കി തരുന്നത്. Then Duesenberry takes one step further and says that the proportion of a family's income spent on consumption is relative to the average family income of a country. ഡ്യൂസൻബെറി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു ഫാമിലിയുടെ പാർട്ട് ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ കൺസപ്ഷൻ അത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ആവറേജ് ഫാമിലി ഇൻകം ഓഫ് എ കൺട്രി. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ്. സപ്പോസ് ഒരു ഫാമിലിയുടെ മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് റുപ്പീസ് 8,000 ആണ്, 8,000 ഒരു ഫാമിലിയുടെ മന്ത്ലി ഇൻകം എന്നുണ്ടെങ്കിൽ അതിൽ 6,000 രൂപ അവരെന്ത് ചെയ്തു? കൺസപ്ഷന് വേണ്ടിയിട്ട് അവർ സേവ് ചെയ്തു, കൺസപ്ഷന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചു. ബാക്കി എത്ര രൂപയുണ്ട്? 2,000 രൂപയുണ്ട്. അതവർ സേവിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ സപ്പോസ് അങ്ങനെ കൺസപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആവറേജ് ഫാമിലി ഇൻകം ഓഫ് എ കൺട്രി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിരിക്കും? റുപ്പീസ് 6,000 ആയിരിക്കും. ദെൻ ദ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഓഫ് ദാറ്റ് ഫാമിലി ഈസ് 6/8 ഓർ 75% ഓഫ് ഇറ്റ്സ് ഇൻകം. നോക്കുക, അപ്പം ഒരു ഫാമിലി എ എന്ന് പറഞ്ഞിരിക്കുന്ന ഫാമിലിയുടെ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് റുപ്പീസ് 8,000 ആണ്. അതിൽ 6,000 ആണ് ആ ഫാമിലി കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി 2,000 അയാൾ സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു ഫാമിലിയുടെ കൺസപ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മറ്റു ഫാമിലീസിൻ്റെ കൺസപ്ഷൻ്റെ ബേസ്ഡ് ആണെന്ന് നമ്മൾ ഈ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. സോ 6,000 രൂപയ്ക്ക് ഇവർ കൺസ്യൂം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആവറേജ് ഇൻകം ഓഫ് എ കൺട്രി എത്രയായിരിക്കും? 6,000 ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഈ 8,000 രൂപ മന്ത്ലി ഇൻകം ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ 6/8 പോർഷൻ ഓഫ് ദാറ്റ് ഇൻകം ആയിരിക്കും അവർ കൺസപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 75% ഓഫ് അവരുടെ ഇൻകം അവർ കൺസപ്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇതിൻ്റെ അകത്തോടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ്, ഇഫ് ദ ആവറേജ് ഫാമിലി ഇൻകം റൈസസ് ടു റുപ്പീസ് 8,000, നേരത്തെ 6,000 ആയിരുന്നു ആവറേജ് ഫാമിലി ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത്, അതിപ്പോൾ 8,000 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തു. ആൻഡ് ദ ജനറൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ ഇംപ്രൂവ്. സ്വാഭാവികമായിട്ടും അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് particular family with a constant income of rupees 8,000 may spend rupees 8,000 on consumption even though its absolute income has not risen. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നേരത്തെ 8,000 രൂപ ആയിരുന്നു ആ ഫാമിലിയുടെ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? സോ ഹിയർ നമുക്ക് നോക്കാം. ഇൻകം ഓഫ് എ എന്ന് പറഞ്ഞിരിക്കുന്നത് 8,000 ആയിരുന്നു ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ അവർ കൺസപ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് 6,000 രൂപയായിരുന്നു. സോ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്? ആ 6,000 രൂപയായിരുന്നു ആവറേജ് ഇൻകം ഓഫ് എ കൺട്രി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സോ പിന്നീട് ആവറേജ് ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് 8,000 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തു. സോ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഫാമിലി എന്ത് ചെയ്യും? 8,000 രൂപയും അവർ കൺസപ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, ഈവൻ ദോ അവരുടെ അബ്സല്യൂട്ട് ഇൻകം ഇൻക്രീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും. ഓക്കെ, അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എത്ര ശതമാനമായിരുന്നു നേരത്തെ? 6/8% ആയിരുന്നു അവർ കൺസപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ 75% ഓഫ് അവരുടെ ഇൻകം കൺസപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് 100% കൺസപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യപ്പെടുന്നു. ഈ ആർഗ്യുമെൻറ്റ് ഓഫ് ഡ്യൂസൻബെറിയാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 2 important aspects of ഡ്യൂസൻബെറീസ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് ആണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റും റാറ്റ്ചെറ്റ് എഫക്റ്റും. 2 ഇമ്പോർട്ടൻ്റ് എഫക്റ്റാണ് ഡ്യൂസൻബെറിയുടെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിൽ. അതാണ് ഫസ്റ്റ് വൺ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്, രണ്ടാമത്തത് റാറ്റ്ചെറ്റ് എഫക്റ്റ്. ഇനി നമ്മൾ അതാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, മൂവിങ് ഓൺ.
Demonstration effect. According to Duesenberry, if the distribution of income in a society is unequal, ഫോർ എക്സാമ്പിൾ എ ബി സി എന്ന് പറഞ്ഞിരിക്കുന്ന 3 ഫാമിലീസ് ഒരു കൺട്രിയിലുണ്ട് എന്ന് വിചാരിക്കാം. സോ ഇവരുടെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അൺഈക്വൽ ആണ്. ഇപ്പോൾ എക്ക് Y1 ആണ്, ബിക്ക് Y2 ആണ്, സിക്ക് Y3 ആണ്. ഇങ്ങനെ 3 രീതിക്കുള്ള ഇൻകമാണ് കൊടുക്കുന്നത്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിൽ എന്ത് ചെയ്യും? ലോവർ ഇൻകം ഗ്രൂപ്പ് എപ്പോഴും എന്താണ് ഹയർ ഇൻകം ഗ്രൂപ്പിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. സിക്ക് ആണ് ഏറ്റവും കുറവ് ഇൻകം കിട്ടിയത് എന്നുണ്ടെങ്കിൽ സി എനെയോ ബിനെയോ ഇമിറ്റേറ്റ് ചെയ്യാനായിരിക്കും കൂടുതലായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അവരുടെ അത്രയും സ്റ്റാൻഡേർഡിലോട്ടേക്ക് ഉയർന്നു വരിക എന്നൊരു ചിന്തയായിരിക്കും സി സ്റ്റാൻഡേർഡിൽ കിടക്കുന്നവർക്ക് ഉണ്ടാവുക. ഓക്കെ, ദെൻ ദ ഹയർ ഇൻകം ഗ്രൂപ്പ്സ് എന്ത് ചെയ്യും? അവരെ മറ്റുള്ളവരിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യണം എന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ കോസ്റ്റ്ലിയർ ആയിട്ടുള്ള ഐറ്റംസ്, സുപ്പീരിയർ ആയിട്ടുള്ള ഗുഡ്സ് ഒക്കെ ആയിരിക്കും കൺസപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ ഇവിടെ എന്താ സംഭവിക്കുക? ഓവറോൾ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഇൻക്രീസ് ചെയ്യുകയാണ്, പക്ഷേ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യുമായിരിക്കും ഇവിടെ നടക്കുന്നത്. ഡെമോൺസ്ട്രേഷൻ എഫക്റ്റിൽ ഒരു വ്യക്തിനെ കണ്ട് മറ്റൊരു വ്യക്തി അനുകരിക്കുന്നതാണല്ലോ നമുക്കറിയാം. ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ കണ്ട് മറ്റൊരു വ്യക്തി അനുകരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഒരു കൺട്രിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട്. ഓരോരുത്തർക്കും അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് ഇൻകം. അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഓരോരുത്തർക്കും കിട്ടുന്ന ഇൻകം വളരെ ഡിഫറെൻ്റ് ആണ് അല്ലേ. സോ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട് ശ്രമിക്കുക ഏറ്റവും ഉയർന്നു കിടക്കുന്ന ആൾക്കാരെ പോലെ ആവണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയിൽ അവർ കൂടുതലായിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഇൻകം സ്റ്റാൻഡേർഡിലോട്ടേക്ക് ഉയർന്നു വരുന്നതിന്, അല്ലെങ്കിൽ ആ ഒരു കൺസപ്ഷൻ സ്റ്റാൻഡേർഡിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഉയർന്നവരെ ഇമിറ്റേറ്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. പക്ഷെ അപ്പം ഉയർന്ന സ്റ്റാൻഡേർഡിൽ കിടക്കുന്നവരെന്താ ചിന്തിക്കുക? എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ചും കൂടി ഇവരിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ആയിട്ട് കുറച്ചും കൂടി ഉയർന്നു നിൽക്കണം. സോ എന്ത് ചെയ്യും? അവർ വളരെ കോസ്റ്റ്ലിയർ ആയിട്ടുള്ള വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. സോ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സേവിങ്സ് എങ്ങനെയാണ്? സേവിങ്സ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്. ഇനി നമുക്ക് എന്താണ് റാറ്റ്ചെറ്റ് എഫക്റ്റ് എന്ന് നോക്കാം. According to Duesenberry, people try to maintain their consumption at the highest level attained earlier ഈവൻ ഇഫ് ദ ഇൻകം ഫോൾസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡ്യൂസൻബെറി പറഞ്ഞിരിക്കുന്നത് പോലെ ഇപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ കൺസപ്ഷനാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആ ഒരു കൺസപ്ഷൻ പാറ്റേൺ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ അല്ലേ. This is partly because they do not want to show their neighbors that they cannot afford and maintain their higher standard of living. ഇതിൻ്റെ പ്രധാന കാരണം എന്താണ്? മറ്റുള്ളവരെ അവർക്ക് കാണിക്കാൻ ഒരു ആഗ്രഹവും ഇല്ല. എന്താ ഇപ്പം ആ വ്യക്തി താഴ്ന്നാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര കോസ്റ്റ്ലിയർ ആയിട്ടുള്ള ഗുഡ്സ് അഫോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു പണം എൻ്റെ കയ്യിലില്ല എന്ന് എനിക്ക് മറ്റുള്ളവരെ കാണിക്കുവാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ആ ഇൻകം കുറവാണ്, അതല്ലേ എങ്കിൽ എനിക്കിത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് ഞാൻ മറ്റുള്ളവരെ മാക്സിമം അറിയിക്കാതിരിക്കുവാനാണ് ശ്രമിക്കുക. അങ്ങനെ ഞാൻ പണ്ടത്തെ കൺസപ്ഷൻ പാറ്റേൺ എത്രയാണോ ആ സെയിം കൺസപ്ഷൻ പാറ്റേൺ വീണ്ടും തുടർന്ന് കൊണ്ടുപോകുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും അല്ലേ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. Okay, this is partly due to the fact that they have become accustomed to a certain standard of living. Coming down to a lower level is difficult. They reduce their savings or manage it somehow. So എന്താണ്, അവർ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കൺസപ്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലോട്ടേക്ക് അഡാപ്റ്റഡ് ആയി. സോ അവിടെ നിന്ന് താഴോട്ടേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർക്ക് നാണക്കേട് ഉണ്ടാകാം, അതല്ലേ എങ്കിൽ മറ്റുള്ളവർ ഇത് കാണുമ്പോൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടാകാം. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റാറ്റ്ചെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ അവരെന്തായിരിക്കും ചെയ്യുക? അവരുടെ സേവിങ്സ് വീണ്ടും കുറച്ച് കൊണ്ട് വന്നിട്ടാണല്ലോ എങ്ങനെയെങ്കിലും ഒക്കെ അവർ ആ ഒരു കൺസപ്ഷൻ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് റാറ്റ്ചെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇനി ഇതിൻ്റെ ക്രിറ്റിസിസമാണ് നോക്കുന്നത്, റിലേറ്റീവ് income hypothesis criticism. This hypothesis states that consumption and income always change in the same direction. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് എന്താ പറയുന്നത്? കൺസപ്ഷനും ഇൻകവും സെയിം ഡിറക്ഷനിലായിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് മൈൽഡ് ഡിക്ലൈൻസ് ഇൻ ഇൻകം ഓഫൻ ഒക്കർ കോൺകോമിറ്റൻ്റ്ലി വിത്ത് ഇൻക്രീസ് ഇൻ കൺസപ്ഷൻ. സോ ഇവിടെ എന്താ സംഭവിക്കുക? ഇൻകത്തിൻ്റെ അകത്തുള്ള ഡിക്ലൈൻസ് ഓഫൺ കാണുവാനായിട്ട് സാധിക്കും. എപ്പോഴാണ്? കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ. വിത്ത് ഇൻക്രീസ് ഇൻ കൺസപ്ഷൻ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? മൈൽഡ് ഡിക്ലൈൻസ് ഇൻ ഇൻകം ഓഫൻ ഒക്കുക. The theory
states that increase in consumption are proportional to any increase in income. സോ ഇവിടെ എന്താ പറയുന്നത്, എത്ര കണ്ട് ഇൻകം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോർഷനിൽ തന്നെ എന്ത് ഇൻക്രീസ് ചെയ്യും, കൺസപ്ഷനും ഇൻക്രീസ് ചെയ്യും എന്നൊരു കാര്യം നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ it is reasonable to think that unexpectedly large increase in income result in less than proportional increase in consumption. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ കൺസപ്ഷൻ ആ ഇൻകം കിട്ടിയ അത്രയും രീതിക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്യത്തില്ല. സോ അതൊരു ക്രിറ്റിസിസമാണ്. ഇനി മൂന്നാമത്തെ ക്രിറ്റിസിസം എന്താണെന്ന് നോക്കാം. കൺസ്യൂമർ ബിഹേവിയർ ഈസ് സ്ലോലി റിവേഴ്സിബിൾ ഓവർ ടൈം ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഇറിവേഴ്സിബിൾ. കൺസ്യൂമർ ബിഹേവിയർ എങ്ങനെയാണ്, പതുക്കെ അത് നമുക്ക് റിവേഴ്സിബിൾ ആക്കാനായി സാധിക്കും എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ്ലി ഇറിവേഴ്സിബിൾ ടാസ്ക് എന്നാണ് പറയുന്നത്. ദെൻ പ്രീവിയസ് പീക്ക് ഇൻകം വുഡ് ഹാവ് ലെസ് എഫക്റ്റ് ഓൺ കറൻറ്റ് കൺസപ്ഷൻ. സോ എന്താണ്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇൻകത്തിന് കൺസപ്ഷനകത്ത് കുറച്ച് എഫക്റ്റ് മാത്രമേ ഉണ്ടാവൂ. സോ ഇതൊക്കെയാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ് എന്നുള്ളത്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ടു ബി ഡിസ്കസ്ഡ്. അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാവുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാകുന്നുണ്ട്, ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. താങ്ക് യു സോ മച്ച്. എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ്.